Hi dear students, once again welcome back to Regional Learning Channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന +1 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ പാസ്സാവാം അല്ലെങ്കിൽ എങ്ങനെ A+ നേടാം, 100% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് പാസ്സാവാൻ പ്രയാസവും അതുപോലെ തന്നെ A+ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പറാണ് ഇംഗ്ലീഷ്. ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ നമുക്ക് A+ കിട്ടിയാലും ഇംഗ്ലീഷിൽ A+ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പാസ്സാവാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ കാറ്റഗറി എന്ന് പറയുന്ന കുട്ടികൾ ഇംഗ്ലീഷ് പാസ്സാവാൻ പ്രയാസമുള്ള കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കുട്ടികൾ അവർ ഒരു ആവറേജ് മാർക്കിൽ ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ പാസ്സായിട്ടുണ്ടാവും. പക്ഷേ അവിടുത്തെ മാർക്ക് ക്രൈറ്റീരിയ അല്ല +1 വരുമ്പോൾ. സബ്ജക്റ്റ് അറിയുന്ന കുട്ടി മാത്രമേ പാസ്സാവൂ. അതാണ് +1 തൊട്ട് അങ്ങോട്ട് മുകളിലേക്ക് നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് ലാംഗ്വേജ് ഇല്ലേ, നമ്മൾ ലാംഗ്വേജ് സബ്ജക്റ്റുകളിൽ നമ്മൾ പരാജയപ്പെടും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത്, ഇത്തരം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ചോദ്യപേപ്പർ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു സ്പീച്ച് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്, ഒരു പ്രസംഗം. സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് ഇന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഈ ചോദിക്കുന്നത് പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അറിവുണ്ടായിരിക്കണം. പിന്നെ മാത്രവുമല്ല, നമ്മുടെ ഓരോ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഫോമാറ്റുകൾ കൃത്യമായിട്ട് ഇത്തരം കുട്ടികൾ പഠിച്ചു വെക്കണം. എങ്ങനെ ഒരു ലെറ്റർ തുടങ്ങാം, എങ്ങനെ അത് അവസാനിപ്പിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ഒരു ലെറ്ററിൽ വേണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ അതിൻ്റെ കണ്ടൻറ്റുകൾ നമുക്ക് ഇതിലേക്ക് എടുത്ത് എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാ മേജർ ഡിസ്കോഴ്സസിൻ്റെയും ഒരു ടെംപ്ലേറ്റുകൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോമാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കൃത്യമായി അറിഞ്ഞിരിക്കണം. ഈ പാസ്സാകാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ ചാപ്റ്ററിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലയാളത്തിലെങ്കിലും എന്താണ് ആ ചാപ്റ്റർ, അതിലെന്താണ് പറയുന്നത്, ആരൊക്കെയാണ് അതിലെ ക്യാരക്ടറുകൾ, ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഒരു കുട്ടികളെന്ന് പറയുന്നത്, ബാക്കി 5 സബ്ജക്റ്റുകൾക്കും A+ കിട്ടുന്നു, എന്നാൽ ഇംഗ്ലീഷിന് അത് Aയോ B+ ഒക്കെ ആയിട്ട് മാറുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എക്സാം എഴുതാൻ നിങ്ങളെക്കൊണ്ട് പറ്റണം. മാത്രമല്ല, ഗ്രാമർ സെക്ഷനിലെ ക്വസ്റ്റ്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അതിൽ തെറ്റ് വരാനും പാടില്ല. അപ്പോൾ ഒരു തെറോ നോളജ് ഓരോ ചാപ്റ്ററിനെ കുറിച്ച് വേണം. ഫോമാറ്റുകളെല്ലാം അറിയണം. ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണം. എഴുതുന്ന സംഗതി വളരെ ക്ലിയറായിട്ട് എഴുതി വെക്കണം. എന്നാൽ നിങ്ങൾക്ക് ഒരു മാർക്കും മിസ്സാവില്ല. പിന്നെ ഇതെല്ലാം അറിയുന്ന കുട്ടികളും ചെയ്തു വെക്കുന്നൊരു അബദ്ധമുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിച്ചിടും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് +1 ഇംഗ്ലീഷിന് കിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എക്സാം സെൻറ്ററിൽ പോയിരുന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂൾ ഓഫ് സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്വാഭാവികമായിട്ടും വായിച്ച് നോക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വായിച്ചിട്ട് നമ്മൾ ഇത് എനിക്കറിയില്ലല്ലോ, അപ്പോൾ ടെൻഷനോ വറീഡോ ഒന്നും ആവേണ്ട. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് നോക്കണം. എന്നിട്ട് നന്നായിട്ട് അറിയുന്നത് സൈഡിൽ ഒരു പെൻസിൽ കൊണ്ട് ഒരു A മാർക്കിടുക, അല്ലെങ്കിൽ 1 മാർക്കിടുക. പിന്നെ കുറച്ചൊക്കെ അറിയുന്നുണ്ടാവും, അത് B മാർക്കിടുക. അതിനേക്കാളും കുറച്ച് അറിയുന്നുണ്ടാവും, C മാർക്കിടുക. തീരെ അറിയാത്തതോ അല്ലെങ്കിൽ വളരെ പരിമിതമായിട്ട് അറിയുന്നതോ D മാർക്ക് ചെയ്യാം. എന്നിട്ട് A മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് എടുത്ത് എഴുതുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 11ാമത്തെ ചോദ്യമാണ് അറിയുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, 11 നമ്പർ തെറ്റാതെ ഇട്ടിട്ട് അതിന് ആൻസർ ചെയ്യണം. അപ്പോൾ ഒരു പേപ്പർ വാല്യൂ ചെയ്യുന്ന ഒരാൾക്കും അത്യാവശ്യം അറിയുന്നൊരു കുട്ടിയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. നമ്മളോട് കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യും. മാത്രമല്ല, നമ്മൾ 1 by 1 ആയിട്ട് എഴുതി വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് സമയക്കുറവുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒരു 100% ഷുവറായിട്ട് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഒരു 100% ഷുവർ ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്, ക്യാരക്ടർ സ്കെച്ച്. നിങ്ങൾ പഠിച്ച പാഠഭാഗത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് അതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടി നിങ്ങളോട് പറയും. ഫോർ എക്സാമ്പിൾ, മാഗി, അല്ലെങ്കിൽ ഗുപ്ത, ക്യാപ്റ്റൻ ജോവിസ്, ഹസൻ,
ഇത്തരത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലേതെങ്കിലും ഒരു ക്യാരക്ടർ എടുത്തിട്ട് അതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഈ ചാനലിലുണ്ട്. നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്തണം എന്ന്. രണ്ടാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ക്വസ്റ്റ്യനാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. എങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കണം, എങ്ങനെ തുടങ്ങാം, എങ്ങനെ അവസാനിപ്പിക്കാം, ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എടുത്തിട്ട് അതിലെ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. Prepare a newspaper report about successful and thrilling adventure undertaken by Captain Jovis and his friend in the trip of Lee Horla. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചാപ്റ്റർ റിവ്യൂ. അപ്പോൾ ഈ ചാപ്റ്റർ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നിക്കലോ നമ്മോട് ചോദിക്കാം പ്രിപ്പയർ ദ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ദ ചാപ്റ്റർ, അതല്ലെങ്കിൽ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ടോപ്പിക്. നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് ടോപ്പിക്കുകൾ തരും, അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ റിവ്യൂ, ചാപ്റ്ററിൻ്റെ ക്രിട്ടിക്കൽ റിവ്യൂ എഴുതാനുണ്ടാവും. അപ്പോൾ എല്ലാ ചാപ്റ്ററിനെ കുറിച്ചും കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇനി ഇംഗ്ലീഷ് കാര്യമായിട്ട് നോളജ് ഇല്ലാത്ത ആളുകൾ മലയാളത്തിലെങ്കിലും ഓരോ ചാപ്റ്ററിലും എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ചൊരു ഐഡിയ, ആ ചാപ്റ്റർ എന്തിനെക്കുറിച്ചാണ്, ആരൊക്കെയാണ് അതിലെ ക്യാരക്ടർ, എന്താണ് ആ ചാപ്റ്ററിൻ്റെ തീം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ട്രാവൽ എസ്സേ. അപ്പോൾ ട്രാവൽ എസ്സേ എങ്ങനെ അതിൻ്റെ തംബ്ലെറ്റുകളൊക്കെ പഠിച്ച് വെക്കണം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ: യു വിസിറ്റഡ് എ ഹിൽ സ്റ്റേഷൻ ഡ്യൂറിങ് യുവർ സമ്മർ ഹോളിഡേയ്സ്. റൈറ്റ് എ ട്രാവൽ എസ്സേ ടു ബി പബ്ലിഷ്ഡ് ഇൻ യുവർ സ്കൂൾ മാഗസിൻ അബൌട്ട് ദ പ്ലേസ് യു വിസിറ്റഡ്. ഒരു ട്രാവൽ എസ്സേ കൃത്യമായിട്ട് ഇതിൻ്റെ ഫോമാറ്റിൽ അവിടെ എഴുതി വെക്കണം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഒരു സ്പീച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, യു ആർ ആസ്കിങ് ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ് ഇൻ ബ്രൈനിങ് സക്സസ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ക്ലാസ്മേറ്റ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ഒബ്സർവിങ് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ. എ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച്. ഇത്തരത്തിൽ ഒരു സ്പീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രസംഗം തയ്യാറാക്കാൻ വേണ്ടി ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഒരു പ്രൊഫൈൽ നമ്മോട് എഴുതാൻ വേണ്ടി ചോദിക്കും. ആ പ്രൊഫൈലിൽ അതിൽ അത്യാവശ്യം ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് ജവഹർലാൽ നെഹ്റു യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. താഴെ തന്നുള്ള ഹിൻസുകൾ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാണ് അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ സ്പൗസ്, ഭാര്യ, ഫേമസ് വർക്കുകൾ ഏതൊക്കെയാണ്, ദെൻ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സുകൾ, എന്നാണ് അദ്ദേഹം മരിച്ചത്. ഇത്രയും കാര്യം ഉൾക്കൊള്ളിച്ചൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. അപ്പോൾ പ്രൊഫൈൽ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിച്ച ചാപ്റ്ററിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും മിക്കവാറും പ്രൊഫൈൽ റൈറ്റിംഗ് വരുന്നത്. എന്നാൽ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇമെയിൽ. ഇമെയിലും ഫോമലും ഇൻഫോമലായിട്ടുള്ള ഇമെയിലുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, യുവർ സ്കൂൾ ഡിസൈഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ എൻവയോൺമെൻറ്റൽ പ്രോബ്ലം. Draft an email inviting a famous environmental activist to participate in the seminar. അതൊരു ഫോമലാണ്, കാരണം നമ്മൾ എന്താണ് പ്രത്യേക പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് ക്ഷണിക്കുന്നത്. ഇനി ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിലുകളുണ്ട്. യു ആർ ഇൻസ്പയർഡ് ബൈ APJ അബ്ദുൽ കലാം സ്പീച്ച് ഐ വിൽ ഫ്ലൈ ആൻഡ് യു ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ടു യുവർ ഫ്രണ്ട്. ലിസൺ, അവിടെ ഫ്രണ്ടാണ്, അപ്പോൾ അത് ഇൻഫോർമലാണ്. ഹു ഈസ് സ്റ്റഡിങ് അബ്രോഡ് ത്രൂ ആൻ ഇമെയിൽ. ഡ്രാഫ്റ്റ് ദ ഇമെയിൽ. അങ്ങനെ ഫോമൽ ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽസ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മോട് ചോദിക്കാം. ഇനി മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ റൈറ്റിംഗ്. ലെറ്റർ റൈറ്റിംഗ് ഫോമൽ ഇൻഫോമലൊക്കെ ഉണ്ട്. അതിൻ്റെ മോഡൽസുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പ്രതീക്ഷിക്കാം. ഒന്നുകിൽ ഫോമൽ വരാം, അല്ലെങ്കിൽ ഇൻഫോമൽ ലെറ്റർ വരാം. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് ഫോമലാണോ ഇൻഫോമലാണോ, അതിനനുസരിച്ച് അതിൻ്റെ ടെംപ്ലേറ്റുകളൊക്കെ ഉപയോഗിക്കണം. റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ തയ്യാറാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. ചിലപ്പോൾ 3-4 റെസ്പോൺസിൽ നമ്മൾ ഇൻ്റർവ്യൂ ഉണ്ടാക്കണം. ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിരിക്കും അതിൻ്റെ റെസ്പോൺസ്, അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൻ്റെ റെസ്പോൺസ് ബേസ്ഡ് അപ്പോൺ ദ മാർക്ക്. അതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ഇൻ്റർവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തായാലും ഇൻ്റർവ്യൂ പഠിച്ചു വെക്കണം.
ദെൻ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എസ്സേ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി നമ്മോട് ചോദിക്കും. ഒരു 8 മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫോർ എക്സാമ്പിൾ, പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ ഓൺ ദ റെലവൻസ് ഓഫ് ഗാന്ധിയൻ ഐഡിയാസ് ഇൻ ദ മോഡേൺ വേൾഡ്. ഇതുപോലെ നിങ്ങൾക്കൊരു എസ്സേയോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ എഴുതാൻ വേണ്ടി തരും. അപ്പോൾ എസ്സേ ആൻഡ് ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊന്നൊരു 100% പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പോയം അപ്രീസിയേഷൻ. എങ്ങനെയാണ് ഒരു പോയം അപ്രീസിയേഷൻ എഴുതുന്നതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും പോയത്തിൻ്റെ കുറച്ച് ലൈനുകൾ 2 പാരഗ്രാഫുകളൊക്കെ തന്നിട്ട് അതിൽ നിന്ന് ഒരു പോയം അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിക്കാം. റീഡ് ദ പോയം ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ആൻ അപ്രീസിയേഷൻ എന്നൊരു പോയം നമുക്ക് തന്നിട്ടുണ്ട്. ഡെത്ത് ഈസ് ഹിയർ ആൻഡ് ഡെത്ത് ഈസ് ദെയർ എന്ന് പറയുന്ന ഒരു പോയം, ഷെല്ലിയുടെ ഒരു പോയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നൗ പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം ഫോക്കസിങ് ഓൺ ഇറ്റ്സ് തീം, മെസ്സേജ്, റെലവൻസ് ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ച്. ഇത് കൃത്യമായിട്ട് ഈ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടൊരു പോയം അപ്രീസിയേഷൻ നമ്മൾ ഉണ്ടാക്കണം. എന്നാൽ അതിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാം. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലൈവ് TV റിപ്പോർട്ട്. ഇതൊരു എസ്സേ ആയിട്ടാണ് വരിക. നമുക്കൊരു 100% ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാഠഭാഗത്തിൽ നിന്ന് ഒരു ഇൻസിഡൻ്റായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു TV റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഞാനീ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പഠിച്ച് പ്രിപ്പയർഡായിട്ട് പരീക്ഷ ചെയ്യുക. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, +1 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ +2 ഇംഗ്ലീഷിലും നല്ല ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങളുടെ ഗ്രേഡ് വരുന്നത്. അതായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു വീഡിയോയും നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബെസ്റ്റ് ഓഫ് ലക്ക്.